ഇവിടെ നിങ്ങൾ തന്നെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, നിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയത് എന്താ? വിഗ്രഹങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒന്നിനോടും നിങ്ങൾ ആരാധന അർപ്പിക്കരുത്. അതിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, അതിന്റെ പ്രയാസം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ ദൈവത്തിനും ആരാധന അർപ്പിക്കരുത്. ഇതിനെയാണ് നമ്മുടെ മൗലവി സാഹിബ് അടക്കമുള്ള മുജാഹിദിന്റെ മൗലവിമാർ ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങളെ മുഴുവനും തള്ളിയിട്ട് വിളിച്ചു പ്രാർത്ഥന എന്ന അവർ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു അർത്ഥം മെനഞ്ഞു കൊടുക്കുന്നത്. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു ലാ തഅ്ബുദ്ഹാ, അതിനെ നിങ്ങൾ ആരാധിക്കരുത് എന്നാണ്. അതിനെ നിങ്ങൾ ആരാധിക്കരുത്. ഫഇൻ ഫഅൽത, അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ഫദഅഉതഹാ, അതിനെ നിങ്ങൾ ആരാധിച്ചാൽ, മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ അങ്ങനെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ നിങ്ങളുടെ ആരാധന അർപ്പിച്ചു കഴിഞ്ഞാൽ, ഫഇന്ന കൈദ മിനൽ ളാലിമീൻ, കടുത്ത കൊടിയ ശിർക്കിന്റെ അധികാരിയായി പോകും നിങ്ങൾ എന്നാണ് ഇമാമിങ്ങൾ അത്രയും വിശദീകരിച്ചത്. ആരാധിക്കരുത് എന്ന് അത് കോട്ടിമാട്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഒരു കെട്ടിച്ചമച്ച പദപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാമിങ്ങളുടെ പേരിൽ. ഇനി ആരെങ്കിലും ഒരാൾ ഈ ഇമാം തൊബരി അടക്കമുള്ള മഹാന്മാർ, ആരെങ്കിലും ഒരു മുഫസ്സിർ ഇവർക്കെതിരെ പറഞ്ഞാലോ അവർ പ്രമാണമല്ല എന്ന് പറഞ്ഞ് തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.